ഇപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിലെ മായം ഒരു വലിയ ഇഷ്യൂയാണ്. പക്ഷേ ഈ തട്ടുകടയിലൊക്കെ തന്നെ ടേസ്റ്റ് കൂട്ടി ആൾക്കാർ കൂടുതൽ രാത്രി നേരങ്ങളിലൊക്കെ വരാൻ തീർച്ചയായിട്ടും അവർ അജിനോമോട്ടോ പോലെ എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങയുടെ ഒരു രീതി എങ്ങനെയാണ് പൊതുവേ ഈ ഭക്ഷണത്തിന് രുചി കൂട്ടാൻ വേണ്ടി? ഭക്ഷണത്തിന് രുചി കൂട്ടാൻ വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ അതിൽ ശരിക്കും അതിന് രുചി ഉള്ളത് തന്നെയാണ്. അതിനെ വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ സ്വാഭാവികമായ രുചി ഉണ്ടാകും. പ്രത്യേകിച്ച് രുചി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല. അങ്ങയുടെ കടയിൽ ഈ കുഴിമന്തി, അതുപോലെ അൽഫാം, പിന്നെ നമ്മുടെ ഷവർമ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ടേസ്റ്റ് കൂട്ടാനുള്ള കുറുക്ക് വഴികളൊക്കെ അവലംബിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം അനധികൃതമായി പിന്നെ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്ഥാപനങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നില്ല. 1.5 മണിക്കൂറോളം നമ്മൾ കുക്ക് ചെയ്തിട്ട് എണ്ണയും കൊഴുപ്പും കൂടുതലാണോ അത്? അല്ല, ഒരിക്കലും അല്ല. 1.5 മണിക്കൂറോളം നമ്മൾ ഡീപ് കുക്ക് ചെയ്തതിന് ശേഷമാണ് മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന്റെ ഞാൻ ചോദിക്കുന്നത് മലയാളിക്ക് മന്തിയിൽ താല്പര്യം കൂടാൻ കാരണം അങ്ങയുടെ ഒരു അന്വേഷണ ഫലം എന്താണ്? തീർച്ചയായിട്ടും ഹെൽത്തി ഫുഡ് ആണെന്നുള്ള രീതിയിലാണ്. കാരണം 1.5 മണിക്കൂറോളം നമ്മൾ ഡീപ്പ് കുക്ക് ചെയ്തതിന് ശേഷം അതിനകത്തു നിന്നുള്ള പിന്നെ ചിക്കൻ, മട്ടൺ, ബീഫും ഒക്കെ അതിനകത്ത് കൊഴുപ്പുകൾ നമ്മുടെ പിന്നെ റൈസിൽ വീണതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആ ടേസ്റ്റ് ഉണ്ടാവും, ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. യങ്സ്റ്റേഴ്സിന് ഏറ്റവും താല്പര്യം തീർച്ചയായിട്ടും. 12 മണി 1 മണി ആയാലും രാത്രി ആയാലും കടയിൽ കഴിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും അവിടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ജോലി സാധ്യതകൾ അതൊക്കെ വെച്ചിട്ട് രാത്രി വന്ന് കഴിക്കുന്നുണ്ട്. കാരണം സെക്കൻഡ് ഷിഫ്റ്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ വന്ന് കഴിക്കാറുണ്ട്. അത് അത്രയും സമയം കുക്ക് ചെയ്യുന്നതുകൊണ്ട് ആളുകൾ ആ ഭക്ഷണം ടേസ്റ്റ് ആയിട്ട് അതിന്റെ സത്തോടുകൂടി കഴിക്കുന്നു. നല്ല കുഴിമന്തിക്ക് അപകടം ഉണ്ടോ ഡോക്ടറെ? പകല് കണ്ണു കാണുന്ന ജീവികളുടെ എല്ലാം ഡൈജഷൻ സൂര്യന്റെ അടിസ്ഥാനത്തിലാണ്. സൂര്യൻ ഉച്ചസ്ഥായി നിൽക്കുന്ന ഉച്ചയ്ക്കായിരിക്കും നല്ല ഡൈജഷൻ ഉള്ളത്, ഉച്ചയ്ക്കായിരിക്കും നമുക്ക് നല്ല വിശപ്പുള്ളത്. ആ സമയത്ത് നമ്മൾ ഹെവി ഫുഡ് കഴിക്കാവോ, കുഴിമന്തിയൊക്കെ കഴിക്കാവോ. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ചു തുടങ്ങും. പിന്നെ നമ്മൾ ഹെവി ഫുഡ് കഴിക്കരുത്. അത്താഴം അത്തിപ്പഴത്തോളം എന്നാണ്. ലൈറ്റ് ഫുഡ് വേണം രാത്രി കഴിക്കാൻ. അത്താഴം അത്തിപ്പഴത്തിന്റെ പ്രസക്തി എന്താണ്? ലൈറ്റ് ഫുഡ് ആയിരിക്കണം. ലൈറ്റ് ഫുഡ് മാത്രമേ ഉച്ചയ്ക്ക് 2 മണി കഴിച്ചാൽ മതി. അത്ര കഴിക്കാം. ഹോട്ടലുകാരും ഉപഭോക്താക്കൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ, അല്ലാണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഇന്ന ഭക്ഷണം ഉണ്ടാക്കണം നിർബന്ധമില്ല. ഉപഭോക്താക്കളാണ് ബോധവൽക്കരിക്കേണ്ടത്. എന്ത് നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ ഉപഭോക്താക്കൾക്ക് എന്താ ആവശ്യം അത് കൊടുക്കലല്ല ഹോട്ടലുകാരുടെ പണി. അല്ലാണ്ട് ഹോട്ടലുകാർ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഉപഭോക്താക്കൾ പറയാറില്ല. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ കഴിച്ചാൽ മതി, എനിക്കത് അനാരോഗ്യമാണെങ്കിൽ ഞാൻ. ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി. നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം, ഏതെങ്കിലും ഹോട്ടലുകളിൽ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ലോട്ടർ ഹൗസ് നല്ലവരണം നമ്മുടെ നാട്ടിലുണ്ടോ? എങ്ങനെ നല്ല, അതാരും ചർച്ച ചെയ്യുന്നില്ല. കാരണം ഏതെങ്കിലും ഹോട്ടലില് പോത്തിനെ വെട്ടുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഇറച്ചി വെട്ടുന്നില്ല. ആദ്യം കൊണ്ടുവരണം നല്ല സ്ലോട്ടർ ഹൗസ് കൊണ്ടുവരണം, വൃത്തിയുള്ള സംവിധാനത്തിൽ ഇറച്ചി വരണം, റോ മെറ്റീരിയൽ മായം ചേരാത്ത. കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേദിയിൽ വെച്ചല്ല പറയുന്നേ, ഇത് കാണുന്നതല്ലേ മുഖ്യമന്ത്രി എടുക്കാം. കൊടുത്തിട്ടുണ്ട്, അതല്ല പറഞ്ഞ. ഇല്ലില്ല, ധൈര്യമായിട്ട് പറയാം, കൊടുത്തിട്ടുണ്ട്. നല്ല റോ മെറ്റീരിയൽസ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കണം. നല്ല മുളക് പൊടി, നല്ല മല്ലിപ്പൊടി, നല്ല ഐറ്റംസ് ഉണ്ടാക്കേണ്ട സാഹചര്യം അല്ലേ. മായം കലരാതിരിക്കണമെങ്കിൽ നല്ല റോ മെറ്റീരിയൽസ് വേണം. വെയിറ്റ് വിളിച്ച് എവിടെ നിന്ന് കിട്ടും? അത് ചിന്തിക്കണതാണ്. ഈ ഇപ്പൊ പറഞ്ഞുകൂടെ സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന്. കേരളത്തിന്റെ ആവശ്യത്തിനുള്ള 20% പോലും ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഇതെല്ലാം തമിഴ്നാടിനെ ആശ്രയിച്ചാണ്. അതെല്ലാം മായം ചേരുന്ന സാധനങ്ങളാണ്. അപ്പൊ പച്ചക്കറി അപ്പൊ പച്ചക്കറി ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും തന്നെ ഹോട്ടലിൽ തന്നെ പണിക്കാരെ കിട്ടാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.